മലയാള ടെലിവിഷൻ വാർത്താ ചാനലുകളുടെ ജനപ്രീതിയിൽ വീണ്ടും ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന്റെ ശക്തമായ തിരിച്ചുവരവ്. ഉപരിതെരഞ്ഞെടുപ്പ് ഹാങ് ഓവർ മാറിയപ്പോൾ ബാർക്കിൽ ഒന്നാമതായിരുന്ന റിപ്പോർട്ടർ TV മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. 38 പോയിന്റിന്റെ നഷ്ടമാണ് റിപ്പോർട്ടറിനുണ്ടായത്. പോയ വാരം എടുത്തു പറയാവുന്ന വലിയ വാർത്തകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വാർത്താ ചാനലുകളിൽ നിന്നും പൊതുവെ ആളൊഴിയുന്ന കാഴ്ചയാണ് കണ്ടത്. മിക്ക ചാനലുകളും പോയിന്റിൽ നിന്ന് പിന്നോക്കം പോയി. എന്നാൽ ആഘോഷമില്ലാത്ത സ്വാഭാവിക വാർത്തകളിലേക്ക് ആളുകൾ മടങ്ങിയതോടെ റിപ്പോർട്ടർ ചാനലിന് വൻ വീഴ്ചയാണ് സംഭവിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ് 95 പോയിന്റുമായി ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ 24 ന്യൂസ് ചാനലിന് 85 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തെത്തി. റിപ്പോർട്ടർ 80 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 26ാം ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്നപ്പോഴാണ് ഏഷ്യാനെറ്റ് ന്യൂസ് വീണ്ടും ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചകളിലായി ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ടറായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അതിന്റെ ഹാങ് ഓവറുകളും മറ്റുമായി വാർത്താ ചാനലുകൾ കാണുന്ന ആളുകളുടെ എണ്ണം കുത്തനെ ഉയർന്നിരുന്നു. ഇതോടെ ശക്തമായ മത്സരമാണ് ഉണ്ടായത്. അധികം വന്ന കാഴ്ചക്കാരുടെ ബലത്തിൽ റിപ്പോർട്ടർ ഒന്നാമതെത്തിയിരുന്നു. ഇതിനിടെ കുറച്ചു കാലമായി മൂന്നാം സ്ഥാനത്തായിരുന്ന 24 ന്യൂസ് ചാനൽ രണ്ടാം സ്ഥാനം തിരികെ പിടിക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച 118 പോയിന്റുകൾ സ്വന്തമാക്കിയാണ് റിപ്പോർട്ടർ TV 25ാം ആഴ്ചയിൽ ബാർക്ക് റേറ്റിംഗിൽ ഒന്നാമതെത്തിയത്. ഒന്നാം സ്ഥാനത്തുള്ള 24 ന്യൂസിന് 113 പോയിന്റുകളാണ് ഉണ്ടായിരുന്നത്. ഏഷ്യാനെറ്റിന്റെ റേറ്റിംഗ് 106 പോയിന്റുകളോടെ മുന്നിലായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉൾപ്പെടെ പുറത്തു വന്ന ആഴ്ചയിലെ കണക്കുകളാണ് പുറത്തു വന്നത്. 26ാം ആഴ്ചയിലെ കണക്കുകളിൽ 44 പോയിന്റുമായി മനോരമ ന്യൂസ് 4ാം സ്ഥാനത്തും 41 പോയിന്റുമായി മാതൃഭൂമി ന്യൂസ് 5ാം സ്ഥാനത്തുമാണ്. 33 പോയിന്റുമായി ന്യൂസ് മലയാളമാണ് 6ാം സ്ഥാനത്തുള്ളത്. 18 പോയിന്റുമായി കൈരളി ന്യൂസ് 7ാമതും ജനം TVക്ക് 17 പോയിന്റുകളുമായി 8ാം സ്ഥാനത്ത് നിലനിർത്തി. ന്യൂസ് 18 കേരളത്തിന് 13 പോയിന്റും മീഡിയ വണ്ണിന് 9 പോയിന്റും മാത്രമാണുള്ളത്. ബാർക്ക് റേറ്റിംഗ് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ അടുത്തിടെ മാറ്റം വരുത്തിയിരുന്നു. നേരത്തെ 4 ആഴ്ചകളിലെ ആവറേജ് പോയിന്റുകളാണ് ബാർക്ക് കണക്കാക്കിയിരുന്നത്. അതിൽ മാറ്റം വരുത്തി ഇപ്പോൾ ഓരോ ആഴ്ചയിലെയും കണക്കുകളാണ് പുറത്തുവിടുന്നത്. കേരള വിഷന്റെ ലാൻഡിംഗ് പേജ് കോടികൾ കൊടുത്ത് വാങ്ങിയാണ് റിപ്പോർട്ടർ ചാനൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത്. എന്നാൽ ഈ തന്ത്രം വിജയിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതേസമയം കേരള വിഷനിൽ 2ാം ലാൻഡിംഗ് പേജ് എടുത്തിരിക്കുന്നത് 24 ന്യൂസ് ചാനലാണ്.